നമസ്കാരം, ഞാൻ രമേഷ് ഗോപാൽ. തനിമ സ്പെഷ്യൽ ന്യൂസ്. സരസ്വതിയുടെ സരസോണ ചന്ത ശ്രദ്ധേയമാകുന്നു. സരസ്വതി ആശുപത്രിയുടെ നേതൃത്വത്തിൽ ഈ ഓണത്തിന് വഴിയോര കച്ചവടക്കാരെ സഹായിക്കാനും കാർഷിക വിളവുകൾ നൽകി യുവജനങ്ങൾക്ക് ആവശ്യമായ കാർഷിക ഉൽപ്പന്നങ്ങൾ നൽകുന്ന കൃഷിക്കാരെ സംരക്ഷിക്കാനും ഉതകുന്ന നിലയിൽ മാർക്കറ്റ് എന്ന നിലയിലാണ് ഈ ഓണ ചന്ത ഈ ആശുപത്രിയുടെ അന്വേഷണത്തിലും റോഡിൻ്റെ രണ്ട് സൈഡുമായി നൽകിയിട്ടുണ്ട്. കാർഷിക വിഭവങ്ങൾ ഉച്ചരിക്കാനുള്ള ഒരിടം എന്നതിലുപരി ഇവിടെ ജീവിത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനും രൂപീകരിക്കുക. സൂപ്പർ മാർക്കറ്റ് സമൂഹത്തിൽ കീഴടക്കുന്ന വാണിജ്യ രംഗത്ത് കീഴടക്കുന്നതിനുമാണ് ചെറുകിട കച്ചവടക്കാർക്കും ജീവിച്ചു പോകാനുള്ള സൗകര്യം ഒരുക്കുകയാണ് കേരളത്തിൽ ലക്ഷ്യം വെക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. ചെറുകിട സംരംഭകരെയും കാർഷിക ഇടത്തരം കൃഷിക്കാരനെയും സംരക്ഷിക്കുന്ന ഈ പദ്ധതി തുടർച്ചയായി ഉണ്ടാവാൻ ഇടപെടട്ടെ എന്ന് ആശിക്കുന്നു. വഴിയോര കച്ചവടക്കാർക്ക് വേണ്ടി പാറശാല സരസ്വതി ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് സരസോണ ചന്ത എന്ന പേരിട്ടിരിക്കുന്ന സംരംഭം ആശുപത്രിയുടെ കോമ്പൗണ്ടിനുള്ളിൽ നടക്കുന്നത്. 23, 24, 25 തീയതികളിലാണ് സരസോണ ചന്ത നടക്കുന്നത്. സരസോണ ചന്തയുടെ ഉദ്ഘാടനം പാറശാല MLA CK ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പാറശാല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആശുപത്രിയുടെ ചെയർമാൻ ഡോക്ടർ SK അജയ്കുമാർ സ്വാഗതം ആശംസിച്ചു. ഒരു 100 രൂപയുടെ പർച്ചേസ് മനസ്സിൽ വിചാരിക്കുന്ന ആളിനെ 1000, 2000 പരം രൂപയുടെ പർച്ചേസ് നിശബ്ദമായി നടത്തി അവിടുത്തെ ഫുഡ് കോർട്ടിൽ നിന്ന് ഫുഡും കഴിച്ചിട്ട് ഇറങ്ങി വരുന്നു. ഒരു ചെറിയ മുറി വാടകയ്ക്കെടുത്ത് 1, 2 സ്റ്റാഫിനെയും വെച്ച് കച്ചവടം നടത്തുന്ന വ്യാപാരികളുടെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ജില്ലാ പഞ്ചായത്ത് അംഗം ബെൻ ഡാർവിൻ, പാറശാല പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് താര, പാറശാല റോട്ടറി ക്ലബ് പ്രസിഡന്റ് സജികുമാർ, റോട്ടറി ക്ലബ്ബ് സെക്രട്ടറി ഗോപകുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. പങ്കെടുത്ത വിശിഷ്ട അതിഥികൾക്കും സരസോണ ചന്തയുടെ പിന്നിൽ പ്രവർത്തിച്ച ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അംഗങ്ങൾക്കും ആദരവുകൾ നൽകി. സരസ്വതി കുടുംബത്തിന്റെ ഈ ടീമിന് കൊടുക്കുക. അവർ നമ്മുടെ ആശുപത്രിയുടെ നെയ്യാറ്റിൻകര താലൂക്ക് വിഭാഗം സക്ഷമ അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണം ഡോക്ടർ അവിനാഷ് കൃഷ്ണ നിർവഹിച്ചു. വഴിയോര കച്ചവടക്കാർക്കായി തികച്ചും സൗജന്യമായാണ് കടകൾക്കുള്ള സ്റ്റാളുകൾ ആശുപത്രി മാനേജ്മെന്റ് ഒരുക്കിക്കൊടുത്തത്.